ഈ സാധനങ്ങളൊക്കെ പെറുക്കിയിട്ട് കരയ്ക്ക് ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു നിധി മാത്രം ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഫിന്നും ടെസ്സും കൂടിയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ടെസ് ഇപ്പൊ പറയാണ്, അല്ല എന്തായാലും കപ്പൽ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനി ആ ഒരു നിധി ക്യാപ്റ്റൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ എന്നിങ്ങനെ പറയാണ്. ടെസ് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം അത് ശരിയാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഫിന്നിന് ഇപ്പൊ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു പഴയ ചർച്ച്, ആ ഒരു ചർച്ചിലേക്ക് നമ്മുടെ ഫിന്നും ടെസ്സും കൂടി പോവാണ്. ഈ കപ്പലിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ അവരോട് പറയാണ്, എനിക്കങ്ങനെ ആ ഒരു കപ്പലിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ ഇവിടെ ഒരു പഴയ ലൈബ്രറി ഉണ്ട്, ലൈബ്രറിയിൽ എന്തെങ്കിലും രേഖകൾ ഉണ്ടാവാതിരിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് ഫിന്നും ടെസ്സും കൂടിയിട്ട് ലൈബ്രറിയിലേക്ക് പോവാണ്. അവിടെ മുഴുവനും അവർ അരിച്ചു പെറുക്കുന്നുണ്ട്. കിട്ടിയിട്ടുള്ള ബുക്കുകൾ മുഴുവനും അവർ അവിടെ ഇരുന്ന് തന്നെ വായിച്ചു നോക്കുകയാണ്. ഒരു ബുക്കിനകത്ത് ഇവിടെ ആദ്യമായിട്ട് എത്തിയ സ്പാനിഷുകാരൻ ഞാനല്ലായിരുന്നു, എനിക്ക് മുന്നേ ഊരിലയ ഇവിടെ എത്തിയിട്ടുണ്ട്, അവളുടെ കല്ലറ ഇപ്പോഴും ഈ ഒരു ശ്മശാനത്തിലുണ്ട് എന്നിങ്ങനെ ടെസ് വായിക്കുകയാണ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ തന്നെ ടെസ്സിന്റെ മുഖത്തൊരു ചിരി വരുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്രയും നാളും അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുങ്ങിപ്പോയ ഷിപ്പിന്റെ പേരാണ് ഊരിലയ എന്നുള്ളത്.